കാണുകയില്ല. അത് വെച്ചുകൊണ്ട് നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ചിന്തിച്ചു, പ്രാധാന്യം. ഇപ്പം നമ്മള് ദൈവം അനുവദിച്ചാൽ ആ വിഷയം ഒരു പ്രധാന വിഷയമായതുകൊണ്ട് അതിനെ ചില എപ്പിസോഡുകളായിട്ട് തിരിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. ഒന്ന്, പ്രാധാന്യം. കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു യുവ സുവിശേഷകൻ എനിക്ക് മെസ്സേജ് ഇട്ടു. ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോവുകയായിരുന്നു. അതുകൊണ്ട് ഒന്ന് രണ്ട് ഭാഗങ്ങൾ ഒന്നുകൂടെ പറഞ്ഞു തരാമോ? അപ്പൊ ഞാൻ പറഞ്ഞു അല്പം റിവിഷൻ എടുക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ശുദ്ധീകരണം നമ്പർ 1, അതിന്റെ പ്രാധാന്യം ഇത് തന്നെയാണ്. നമ്മൾ കർത്താവിനെ കാണുക എന്നതല്ലേ നമ്മുടെ ലക്ഷ്യം. ആകയാൽ ശുദ്ധീകരണം ഓപ്ഷണൽ അല്ല, മസ്റ്റാണ്. രണ്ടാമത് നമ്മൾ വായിച്ചത് തെസ്സലോനിക്ക ലേഖനത്തിലെ വാക്യമാണ്. 1 തെസ്സലോനിക്കർ 4:4 എൻ്റെ ഓർമ്മ. വായിച്ചോ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. കണ്ടോ, ആദ്യം വായിച്ചെടുത്ത് ആരും എന്നതുപോലെ തന്നെ ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് വേർഡാണ്, കണക്ടറാണ് തന്നെ. ഓക്കെ, സ്തോത്രം 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 സ്തോത്രം. വീണ്ടും നമ്മള് വായിക്കുമ്പോ 7-ാം വാക്യം, ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിന് അത്രേ വിളിച്ചത്. അവിടെ അത്രേ എന്ന ആ വാക്ക് മനസ്സിലാക്കാനാണ് അങ്ങനെ നോട്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതാണ് പ്രധാനം. അതേസമയം നാം അഭിമാനത്തോടുകൂടെ ഈ പുസ്തകം ഉയർത്തി ദൈവത്തെ സ്തുതിക്കേണ്ടവരാണ്. കാരണം ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങൾ വിശുദ്ധരായിരിപ്പിടി. അവിടെയാണ് നമ്മുടെ താക്കോല്. യേശുക്രിസ്തു ഈ ഒരു ചെറുപ്പക്കാരനായിട്ട് ഇവിടെ 30 കൊല്ലം നടന്നില്ലേ, അല്ലെ 4-5 കൊല്ലം പരസ്യമായിട്ട് നടന്നില്ലേ? അന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങളിൽ ആർക്ക് എന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്താം? ഈ ടീനേജേഴ്സ് ഒരുമിച്ച് നടന്നാൽ, ചെറുപ്പക്കാർ ഒരുമിച്ച് നടന്നാൽ, ഇവര് പറഞ്ഞാലും തീരുകയല്ല. ഇവരെന്നെ പറയുന്നത് സ്വർഗത്തിൽ പോണ കാര്യമാണ്. അല്ല, എന്തെങ്കിലും മെനകേടാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനിടയിലാ കർത്താവ് ചോദിക്കുന്നത്, നിങ്ങളിൽ ആർ എന്റെ പാപത്തെ കുറിച്ച് ബോധം പറ്റും എന്ന് പറഞ്ഞാൽ ഇവർക്ക് യൂദയ്ക്ക് വേണേ പറയാം, തോമസിന് വേണേ പറയാം, പത്രോസിന് വേണേ പറയാം. ഒരു ഒളിഞ്ഞുനോട്ടമെങ്കിലും യേശുവിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു നുണയെങ്കിലും യേശുവിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു വ്യാജം വന്നിട്ടുണ്ടെങ്കിൽ, ഒരു 10,000 രൂപയുടെ തിരിമറി നടന്നിട്ടുണ്ടെങ്കിൽ അവർ പറയത്തില്ലേ? ആന്ധ്രാപ്രദേശിലെ ഒരു ദൈവം മരിച്ചപ്പോൾ മെത്തയ്ക്കകത്ത് മുഴുവൻ നോട്ട് കെട്ടുകള്. യൂദയെ കർത്താവിനെ അറിയാമായിരുന്നല്ലോ, അയാളുടെ കയ്യിൽ തന്നെ പണയേൽപ്പിച്ചത്. കാരണം അയാളെ ഒന്നും
അയാളുടെ നിന്നൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ നോക്കത്തില്ല. അയാളുടെ അടുത്തെങ്കിലും ഉള്ളു, വേറെ ആർക്കും കൊടുക്കില്ല. അപ്പൊ ഒരു പൈസയുടെ മിസ്യൂസ് നടന്നിട്ടില്ല കർത്താവിന്റെ കാലത്ത്. സ്തോത്രം, 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 സ്തോത്രം. അപ്പോ രണ്ടാമത്തെ ഭാഗം ഈ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വിശുദ്ധിയുടെ അളവുകോല് അഥവാ മാനദണ്ഡം. 1 പത്രോസ് 3 1 പത്രോസ് 3 അല്ല, 1 പത്രോസ് 1:17. മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്നെഴുതിയിരിക്കുന്നുവല്ലോ. ഇതാണ് അളവുകോല്. ഇതാണ് അളവുകോൽ. ഞാൻ പണ്ടത്തെ ആശാരിമാര് തോത് മുറിക്കുക എന്ന് പറയും. തോത് മുറിക്കുക എന്ന് പറയും. അവരൊരു വലിയ കൊമ്പ്, ഒരു പട്ടിക മിനുക്കി എടുത്തിട്ട് അത് ചില പ്രത്യേക അടയാളങ്ങൾ രേഖപ്പെടുത്തിയിട്ട് അത് വെച്ച് കട്ട് ചെയ്യും. ഇതുപോലെ കർത്താവ് ഒരു സ്കെയിലാക്കുക, തോതാക്കുക. ഇതാണ് വിശുദ്ധി. ഐ ആം ഹോളി ബിക്കോസ്, അതാണ് പറയുന്നത്. ഇതുപോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കും. സ്തോത്രം, 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 സ്തോത്രം. അതുപോലെ ആകാൻ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതുകൊണ്ടാണ് പറഞ്ഞത്, ശുദ്ധീകരണം കൂടാതെ നിങ്ങൾ കർത്താവിനെ കാണുകയില്ല, കാണാൻ പറ്റുകയില്ല. സ്തോത്രം. ഇനി മൂന്നാമത്തെ ഹെഡിങ്ങിലേക്ക് വരുന്നു. ശുദ്ധീകരണത്തിനുള്ള മാർഗം. ഒന്ന്, ദൈവവചനം. നമ്മൾ വായിച്ചതാണ് കഴിഞ്ഞ ദിവസം, ഒന്നുകൂടെ വായിക്കാം. യോഹന്നാൻ 17:17, 15:3. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. സ്തോത്രം, 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 സ്തോത്രം. വചനത്താലുള്ള ശുദ്ധീകരണത്തിന് 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. കർത്താവിന്റെ കൃപയാൽ പറഞ്ഞിരുന്നു. 1, വായിക്കുക. 2, ധ്യാനിക്കുക. 3, ഗ്രഹിക്കുക.
4 വിശ്വസിക്കുക, 5 അനുസരിക്കുക. വായിക്കുക, ധ്യാനിക്കുക, ഗ്രഹിക്കുക, വിശ്വസിക്കുക, അനുസരിക്കുക. ഇങ്ങനെയാണ് ശുദ്ധീകരണത്തിന്റെ പ്രോസസ്. ഇത് കൂടാതെ വചനം കേൾക്കുക. അത് കൂടാതെ പറയുകയാണെങ്കിൽ 6-ാമത്തേതാണിത്. 7-ാമത്തേത് മനഃപ്പാഠമാക്കുക. എട്ടാമത്തേത് ഏറ്റുപറയുക. എഫേസ്യർ 6-ൽ ആത്മീക യുദ്ധത്തെ കുറിച്ച് പറയുമ്പോൾ ദൈവവചനം എന്ന ആത്മാവിന്റെ വാള് കയ്യിൽ പിടിക്കുവീൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അർത്ഥം, അവസരോചിതമായ വചനങ്ങളെ പ്രഖ്യാപിക്കാൻ തക്കവണ്ണം വചനം മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ. അവസരോചിതം, ആ വാക്ക് ശ്രദ്ധിക്കണം. കല്ല് അപ്പമായി തീരുവാൻ പറയാൻ പറഞ്ഞപ്പോൾ അവസരോചിതമായ വചനം ആവർത്തന പുസ്തകത്തിൽ ഉണ്ടായിരുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. കണ്ടോ? മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് ചാടാൻ പറഞ്ഞപ്പോൾ അവസരോചിതമായ വചനം, നിന്റെ ദൈവത്തെ പരീക്ഷിക്കരുത്, വീണെന്നെ നമസ്കരിക്കുവീരെന്ന് പിശാച് പ്രേരിപ്പിച്ചപ്പോൾ നിന്റെ ദൈവമായ കർത്താവിനെ അല്ലാതെ ആരെയും നമസ്കരിക്കരുത്. അവസരോചിതമായ വചനം, റെഡി ടു യൂസ്, ഉപയോഗിക്കത്തക്ക വിധം മനസ്സിലുണ്ടാവണം, കയ്യിലുണ്ടാവണം. അതിനെ ഒരു വാളാക്കി മാറ്റണം, വാളാക്കി മാറ്റണം. വാളാക്കി മാറ്റണം. സ്തോത്രം, 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 സ്തോത്രം. ഞാനും ബഹുമാനപ്പെട്ട ദൈവമക്കളായ നിങ്ങളും ഈ അശുദ്ധ ചിന്തയ്ക്ക് അടിമകളാണ്. ഈ അശുദ്ധ ചിന്തകൾ ഉള്ള ലോകത്തിലാണ് ജീവിക്കുന്നത്. അല്ലെന്ന് തീർത്ത് പറയാൻ ആർക്കും പറ്റത്തില്ല. അപ്പൊ ഇവിടെ എങ്ങനെയാണ് സമ്പൂർണ്ണ ജയം? വിനയത്തോടുകൂടെ പറയുകയാണ്. ദൈവവചനം വായിക്കുക, ദൈവവചനം വായിക്കുക, ദൈവവചനം വായിക്കുക. പ്രാർത്ഥനയോടെ വായിക്കുക, പ്രാർത്ഥനയോടെ വായിക്കുക, പ്രാർത്ഥനയോടെ വായിക്കുക. ദൈവവചനം കേൾക്കുക, പ്രാർത്ഥനയോടെ കേൾക്കുക, വീണ്ടും കേൾക്കുക, വീണ്ടും കേൾക്കുക. ദൈവവചനം മനഃപ്പാഠമാക്കുക, ദൈവവചനം മനഃപ്പാഠമാക്കുക, ദൈവവചനം മനഃപ്പാഠമാക്കുക.
ഏറ്റുപറയുക, വിശ്വാസത്തോടെ ഏറ്റുപറയുക. പിന്നെ വിശ്വാസികളിൽ ചിലർ ചെയ്യുന്നത് പോലെ, ശ്രദ്ധിക്കണം, ചിലർ ചെയ്യുന്നത് പോലെ വചനം മിസ്യൂസ് ചെയ്യാതിരിക്കുക. മിസ്യൂസ് ചെയ്യാന്നുള്ളതിന്റെ ഉദാഹരണം, നമ്മളെ തമാശയൊക്കെ പറയാനായിട്ട് വാക്ക് ഉപയോഗിക്കാറുണ്ടോ? ഉണ്ടോ? വേറൊരാളെ ഒന്ന് കൊട്ടാൻ ബൈബിള് വചനം ഉപയോഗിക്കാറുണ്ടോ? ഉണ്ട് ചിലരൊക്കെ. സാധാരണ കാര്യങ്ങൾക്ക് ഉദാഹരണം പറയാൻ ബൈബിൾ വാക്യം കയറ്റിവെക്കാറുണ്ടോ? അതിനകത്ത് ഏറ്റവും സഭ്യമായത് ഒരെണ്ണം പറയട്ടെ. ഒരു ദൈവദാസൻ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ആ സഹോദരി പറഞ്ഞു, പാസ്റ്ററെ, വിചാരിച്ച പോലെ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല, കറികളൊക്കെ കുറവാ. ദേവദാസന്റെ മറുപടി, അല്പമേ വേണ്ടൂ, ഒന്ന് മതി എന്നല്ലേ വചനം? ശരിയാണോ? അതൊരു കൂട്ടം മതി എന്നാണോ അതിന്റെ അർത്ഥം? ഞാൻ പറഞ്ഞത് ഉള്ളത് നല്ലതാ, ഇത് ഉള്ളത് നല്ലതായി പറയുന്നത്. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുമ്പോ അതിന്റെ അർത്ഥം എന്നാണെന്നറിയോ? നമ്മളെ വാളുകൊണ്ട് പേരയ്ക്ക മുറിക്കുന്ന പോലെ ആയി. വാളെടുക്കുന്ന എന്തിനാ? ശത്രുവിനെതിരെയാ. ഒരു പേരയ്ക്ക മുറിക്കാൻ നേരത്ത് വാളിഞ്ഞെടുത്തുണ്ടോ നേടി എന്നാരേലും പറയൂ? അപ്പം ഈ തെറ്റ് നമ്മളും ഒക്കെ ചെറുതായിട്ട് ചെയ്യാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? എല്ലാത്തിനും വാക്യം ഉപയോഗിക്കുക. കാണാതെ പഠിച്ചു വെച്ചിട്ട് അങ്ങനെ ഒരു ചെറിയ കുഴപ്പമുണ്ട് എല്ലാത്തിനും. കറിക്ക് ഉപ്പ് കൂടിയപ്പോ നിങ്ങൾ ലോകത്തിന്റെ ഉപ്പെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, കുഴപ്പമില്ല. സഹോദരിമാരെ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറയുന്ന ഉപ്പ് കാരണം കൂട്ടാൻ മേല, ഭയങ്കര ഉപ്പാ. അപ്പൊ പറയാ നിങ്ങൾ ലോകത്തിന്റെ ഉപ്പെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ നമ്മള് വചനത്തെ ഉപയോഗിച്ചാൽ നമുക്ക് പിന്നെ അതിനെ ഗൗരവമുള്ള കാര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഞാൻ പറയണ്ടല്ലോ, മൂർച്ച പോകും, അല്ലേ? ഷേവ് ചെയ്യുന്ന കത്തി ആരെങ്കിലും നഖം വെട്ടാൻ ഉപയോഗിക്കും? നഖം വെട്ടാൻ നല്ലതാ, ഷേവ് ചെയ്യുന്ന ബ്ലേഡ് നഖം വെട്ടാൻ നല്ലതാ. പക്ഷെ പിന്നെ ഷേവ് ചെയ്യാൻ കൊള്ളുകയില്ല, പിന്നെ നഖം വെട്ടാൻ മാത്രമേ ഉള്ളൂ. സ്തോത്രം, 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 സ്തോത്രം. എനിക്ക് ഒത്തിരി പേരെ അറിയാം. ഞാനും പണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. കാരണം നമ്മളിതെല്ലാം കാണാതെ പിടിച്ചു വെച്ചിരിക്കുകയല്ലേ. നമ്മൾ അവസരം കിട്ടുമ്പോ എല്ലാത്തിനകത്ത് ഇത് കയറ്റിവിടുക. പരിശുദ്ധാത്മാവ് എന്നെ ആ വിഷയത്തിൽ ശാസിച്ചു. അങ്ങനെ ചെയ്യുന്നവർക്ക് വചനത്തെ ഒരു വാളായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കളിപ്പാട്ടമാക്കി കളഞ്ഞു, കളിപ്പാട്ടമാക്കി കളഞ്ഞു. രണ്ടുപേർ തമ്മിൽ സ്നേഹചുംബനം ചെയ്യുമ്പോൾ അപ്പുറത്ത് ഒന്നുകൊണ്ട് പറയുക, ഇത് വിശുദ്ധ ചുംബനമാണോ അശുദ്ധ ചുംബനോ? ഇങ്ങനെയൊക്കെ നമ്മൾ തിരുവെഴുത്തിനെ മിസ്യൂസ് ചെയ്യരുത്. ഓക്കെ, ഇനി വീണ്ടും നമുക്കതിന്റെ ഉള്ളറകളിലേക്ക് പോകാം.
വചനം എങ്ങനെ നമ്മളെ ശുദ്ധീകരിക്കുന്നു എന്ന് നമുക്ക് തന്നെ ഒന്ന് പരിശോധിച്ച് ധ്യാനിക്കാം. നമ്മള് ഒരു ഹോസ്പിറ്റലിൽ പോയാൽ ആദ്യമേ അവിടെ നടക്കുന്നത് രോഗനിർണയമാണ്. അതിനാണ് നല്ല ആശുപത്രി എന്ന് നമ്മൾ കൂടെ പറയുകയല്ലേ. നല്ല ആശുപത്രി പോണം. ഏതാ നല്ല ആശുപത്രി? ടെസ്റ്റുകൾ നടത്താൻ സൗകര്യങ്ങളുള്ള ആശുപത്രി. എന്റെ സർജറിയുടെ സമയത്ത് പാല മെഡിസിറ്റിയിലുള്ള ഓർത്തോ സർജനെ പരിചയമുള്ളവർ വിളിച്ചിട്ട് എന്റെ എക്സ്റേ അവർക്ക് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം വളരെ പരിചയമുള്ളവർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോ അദ്ദേഹം കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ഏത് ഡോക്ടറെയാ കണ്ടത്? ഡോക്ടർ സൂരജിനെ. അദ്ദേഹം പറഞ്ഞു, സൂരജും ഞാനും ഫ്രണ്ട്സ് ആണ്. സൂരജ് നല്ല ഡോക്ടറാണ്. പിന്നെ ഹോസ്പിറ്റൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അവിടെ ചെയ്തു. ഹോസ്പിറ്റൽ ഒരു പക്ഷേ മോഡേൺ അല്ലായിരിക്കും. അത് മാത്രം നോക്കിയാൽ മതി, ഡോക്ടറെ പറ്റി ഒന്നും നോക്കണ്ടാകും. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്കിവിടെ ചെയ്താൽ മതി. അപ്പോ ഡോക്ടർ എല്ലായിടത്തും ഉണ്ട്, പക്ഷെ ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ വേണം. മറ്റ് ടെസ്റ്റുകളൊക്കെ, മറ്റ് വിവിധ പരിശോധനകൾ നടത്തേണ്ട കേസുകളുണ്ടല്ലോ. അത് വരുമ്പോഴാണ് അമൃത പൊക്കോ, രാജഗിരി പൊക്കോ, ആസ്റ്റർ മെഡിസിറ്റി പൊക്കോ എന്നൊക്കെ പറയുന്നു. ഏറ്റവും സൗകര്യമുള്ള പട്ടണം എറണാകുളമാണ്. നല്ല ആശുപത്രികളുള്ള സ്ഥലമാവട്ടെ. ആരെങ്കിലും വീട് വെക്കുന്നെങ്കിൽ ഈ ഭാഗങ്ങളിൽ വെച്ചോ. ഞങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെ സ്ഥലം കൊടുക്കാനുണ്ട്. UK-യിലും പിന്നെ ഓസ്ട്രേലിയയിലും കാനഡയിലും US-ലും ഒക്കെ ആശുപത്രി പോകാൻ വലിയ പാടാണ്. ഞാൻ അവിടെയൊക്കെ പോയിട്ടുള്ളത്. ആശുപത്രി പോകാൻ ഇടവരരുതേ എന്നാണ് പ്രാർത്ഥന. കാരണം അപ്പോയിന്റ്മെന്റ് കിട്ടാൻ തന്നെ ഒരു മാസം എടുക്കും. അപ്പൊ ഒരുവിധപ്പെട്ടവരൊക്കെ മരിച്ചു പോകുമ്പോൾ പിന്നെ വിഷയമില്ല. അനുഭവത്തിൽ നിന്നാ, വെറുതെ പറയല്ല. ഞാനൊരു ചെറിയ യൂറിനറി ഇൻഫെക്ഷന് വേണ്ടി ആസ്ട്രേലിയയിൽ ഒരു ഡോക്ടറെ കാണാൻ പോവുക. അപ്പൊ ഞാൻ ഇരിക്കുന്ന വീട്ടിലെ മോൻ ഡോക്ടർ. ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞു. ഒന്നും പേടിക്കണ്ട, ഇവരെല്ലാം കുടുംബമായിട്ട് എന്നെ കൊണ്ട് പോവുക. ചെന്നത് വൈകുന്നേരം 5 മണിക്ക്. വേദന എടുക്കുക എനിക്ക്. ഈ പൊതുജനങ്ങളുടെ കൂടെ നമ്മൾ ഇരിക്കുക. എത്ര മണി വരെ? രാത്രി 10 മണി. ഒരു ബെഞ്ചേല്. അയ്യോ, കേരളത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിച്ചു. കേരളത്തെ കുറ്റം പറയുന്നത് സൂക്ഷിച്ചു പറയണം. വെളിയിലൊക്കെ പോയി നോക്കണം, വിവരം അറിയും. സോദരം ചുമ്മാ ബെഞ്ചേലിരുന്ന് പിന്നെ കൊതുകില്ല, അത്ര ഒരു ആശ്വാസം. അഞ്ചു മണിയായിട്ട് ഇവര് എന്റെ കൂടെ ഒരു ഡോക്ടർ ഉണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. അങ്ങനെ ഇരിക്കും. ഒരു നേഴ്സ് അതിനകത്ത് നിന്ന് ഇറങ്ങി വരുന്നു. അത് വിശ്വാസിയ. പെട്ടെന്ന് നമ്മുടെ കൂടെ നിൽക്കുന്ന സഹോദരി അതിനെ ചെന്ന് പിടിച്ച്, എന്റെ പൊന്ന് സിസ്റ്ററെ, കേരളത്തിൽ നിന്ന് വന്ന ഒരു ദൈവദാസനാണ്, ഒന്ന് ഡോക്ടറെ കാണിക്കാവോ എന്ന് ചോദിച്ചു. ഇങ്ങനെയൊന്നും കാണാനൊക്കെ പെട്ടെന്ന് വീൽ ചെയറെ കയറ്റിക്കൊള്ളാൻ പറഞ്ഞു. വീൽ ചെയറെ കയറ്റിയാലേ പടി നടക്കുള്ളൂ. അപ്പൊ അവർക്ക് മനസ്സിലാവുന്നത് ഗൗരവമാണ്. അങ്ങനെ വേദന അഭിനയിക്കണം നമ്മൾ. ഭയങ്കരമായിട്ട് അഭിനയിച്ച് വീൽ ചെയറെ തളർന്ന് കുത്തിയിരുന്നാൽ നമ്മളെ അപ്പുറത്തോടെ കൊണ്ടുപോകും. കണ്ടോ? അല്ലാത്ത കേസൊക്കെ ആണെങ്കിൽ അതൊന്നും അങ്ങനെയൊന്നും കാണാനൊന്നും പറ്റില്ല. അപ്പൊ വിഷയം മാറിപ്പോയി. തിരിച്ചു വരട്ടെ. ഡയഗ്നോസ് ചെയ്യുക, അല്ലേ? ഡയഗ്നോസ് ചെയ്യുക.
ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ വചനം എന്താ ചെയ്യുന്നതെന്നറിയാവോ? ഈ വചനം നമ്മളെ വായിക്കുമ്പോൾ ചെറിയൊരു ലൈറ്റ് അടിക്കും. അത് നമുക്ക് എക്സ്റേ പോലെ വേണേ എടുക്കാം. എന്നാൽ വചനം നമ്മളെ പ്രസംഗം കേൾക്കുമ്പോൾ അത് CT സ്കാനായി മാറും. നല്ല ആത്മനിറവിലുള്ള പ്രസംഗം കേൾക്കുമ്പോൾ അത് MRI ആയി മാറും. ഒരു MRI എടുക്കണേ 10,000 രൂപ വേണ്ടേ? ഇപ്പൊ ഈ മീറ്റിങ്ങിനിടയിൽ MRI നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ ബില്ല് ഏതെങ്കിലും ഒരു സുവിശേഷ പ്രവർത്തനത്തിന് കൊടുത്തേച്ചാൽ മതി. ഒരു MRIക്ക് ഇവിടെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ 10,000 രൂപയാണ്. സ്തോത്ര 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 സ്തോത്ര. ഇപ്പൊ വചനം എന്താ ചെയ്യുന്നറിയോ? ഡയഗ്നോസ് ചെയ്യുന്നു. സ്തോത്രം. അങ്ങനെയാണ് ഈ ശുദ്ധീകരണത്തിലൂടെ. രോഗം നിർണയിച്ചാൽ പിന്നെ പരിഹരിക്കാൻ എളുപ്പമുണ്ടല്ലോ, അല്ലേ? രോഗം നിർണയിച്ച മരുന്നുണ്ട്. മരുന്നില്ലാത്ത രോഗമൊന്നുമില്ല. ഇപ്പൊ ക്യാൻസറിന് മരുന്നില്ലെന്ന് പറഞ്ഞാലും അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ അവർക്ക് തരാമല്ലോ അറിഞ്ഞാല്. താങ്ക് യു ലോർഡ്. 19-ാം സങ്കീർത്തനം പറയുന്നത് എന്താണ്? ഡയഗ്നോസ് ചെയ്യുന്ന കാര്യമാണ്. ഈ 19-ാം സങ്കീർത്തനത്തിനെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, പ്രപഞ്ചത്തിന്റെ പരമാധികാരിയായ സൂര്യൻ. 2, മനുഷ്യന്റെ പരമാധികാരിയായ വചനം. ഇത് രണ്ടേ ഉള്ളൂ 19-ാം സങ്കീർത്തനം. സെമിനാരികളിലൊക്കെ ആദ്യം പഠിപ്പിക്കുന്ന 19-ാം സങ്കീർത്തനാണെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ സെമിനാരി പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. ഞാനൊരു ബൈബിൾ സ്കൂളിലെ പഠിച്ചിട്ടുള്ളൂ, സെമിനാരി പഠിച്ചില്ല. നോക്കൂ, സൂര്യനെ കുറിച്ച് പറയുകയാണ്. രണ്ട്, 3, 4 വായിച്ചാണ്. പകൽ പകലിന് വാക്ക് പൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ഭൂമിയിൽ എല്ലായിടവും അതിന്റെ അളവ് നൂലും, ഭൂതലത്തിന്റെ അറ്റത്തോളം അതിന്റെ വചനങ്ങളും ചെല്ലുന്നു. അവിടെ അവൻ സൂര്യന് ഒരു കൂടാരം അടിച്ചിരിക്കുന്നു. ഇതൊരു എബ്രായ കവിതയാണ്. നല്ല കവിതകൾക്ക് ഒത്തിരി വ്യാഖ്യാനം ആവശ്യമുണ്ട്. ഇവിടെ എന്താ പറഞ്ഞു വരുന്നത്? പകലിന് വാക്കൊഴിക്കുന്നു. അതായത് ഇന്ത്യയിൽ ഇപ്പോൾ പകൽ ആരംഭിച്ചെങ്കിൽ ആ പകൽ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാ. അപ്പൊ ഡ്യൂട്ടി മാറുന്ന വിവരം ഇവര് തമ്മിൽ കൈകാര്യം ചെയ്യുന്നു എന്നാ പറയുന്നത്. ഭാവനയാണ്. അതായത് ഈ ഒരു ഭൂവിഭാഗത്തിന് ഞാൻ വെട്ടം കൊടുത്തു, ഇനി നീ കൊടുത്തോണം. അപ്പൊ അവിടെ ഇരുട്ടായി, ഇവിടെ പകല്. പകലിന് വാക്കൊഴിക്കുന്നു. രാത്രിക്ക് അറിവ് കൊടുക്കും. സാധാ കടല അത് നല്ലതാ. അത് വെജിറ്റേറിയൻ ഫുഡ് നല്ലതാ. ഈ കടലയും ചെറുപയറും ഒക്കെ നല്ലതാ. പക്ഷെ മൈക്ക് ഓഫ് ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായി. ക്ലാസിന്റെ ശ്രദ്ധ പോവുകയും. പുട്ടും കടലയൊക്കെ കഴിക്കുന്നത് നല്ലതാണെങ്കിലും ഒരു ഉച്ചയൂടെ കഴിഞ്ഞിട്ട് കഴിക്കാം. ശരി.
ഒരാൾക്ക് പറ്റുന്ന അബദ്ധം മറ്റൊരാൾക്ക് ഒരു മുന്നറിയിപ്പായിട്ട് തീരട്ടെ. ആരുടെയെങ്കിലും മൈക്ക് ഓൺ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത്. ദൈവത്തിന് മഹത്വം. അപ്പോ അടുത്ത പ്രയോഗം ഭാഷണമില്ല. പണ്ടൊക്കെ ചെറുപ്പത്തിൽ വായിച്ചുകൊണ്ടിരുന്നത് ഭക്ഷണം ഇല്ലെന്ന. അറിവില്ലായ്മയുടെ കാലങ്ങളിൽ വീട്ടിൽ ഇങ്ങനെ വായിച്ച് പ്രാർത്ഥിക്കണമല്ലോ കിടക്കാൻ നേരത്തെ. അന്നേരം അടിച്ചു വിടുന്നതാ ഭക്ഷണം ഇല്ല, വാക്കുകളില്ല. അല്ല, ഭാഷണമില്ല, സംഭാഷണം ഇല്ലെന്ന. സംഭാഷണം ഇല്ല, ശബ്ദം കേൾക്കാനുമില്ല എന്ന് പറഞ്ഞാൽ ഈ ഇരുട്ട്, ഈ സൂര്യാസ്തമനവും ഉദയവും ആരും സംസാരിക്കാതെ സംഭവിക്കുന്നു. ഓക്കെ, സൂര്യാസ്തമനവും ഉദയവും ആരും സംസാരിക്കുന്നില്ല. ഇപ്പൊ നമ്മുടെയൊക്കെ വീടുകളിലെ ലൈറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ നമ്മൾ പറയണ്ടേ? അല്ലേ? ഞങ്ങൾ പണ്ട് പിറവത്തെ ഫെയ്ത്തോമിൽ താമസിക്കുമ്പോൾ മുകളിലത്തെ നിലയിലാണ് താമസിക്കുന്നത്. പത്രം കൊണ്ടുവന്ന് ഗേറ്റിന്റെ അവിടെ ഇട്ടേച്ചു. ഗേറ്റ് ഇല്ലെന്ന്. അന്നിങ്ങനെ ഈ പൈപ്പൊക്കെ ഉണ്ടാക്കി, PVC പൈപ്പൊന്നും ഉണ്ടാക്കി വെക്കുന്ന കാലം വന്നിട്ടില്ല. ആ മഴയത്ത് ഇട്ടേച്ചു. മരുന്ന് കഴിക്കാൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ കഴിച്ചാൽ മതി, ചോറൊന്നും കഴിക്കണ്ട, കടലയോ പയറോ. കണ്ടോ, ഇത് കുറിച്ചു വെച്ചു. നല്ല കാര്യങ്ങളാ പറയുന്നത്. കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുന്ന കാര്യമാണ് അമ്മച്ചി പറയുന്നത്. എന്തായാലും നല്ലൊരു കാര്യമാണ്. പക്ഷെ എന്താ ചെയ്യാനാ? ഈ പറയുന്ന കേൾക്കാമെങ്കിൽ മൈക്ക് ഓഫ് ചെയ്താട്ടെ. ചോറ് കുറച്ചിട്ട് കടലയും പയറും കഴിക്കുന്നത് നല്ലതാണ്. പക്ഷെ അത് മൈക്ക് ഓഫ് ചെയ്തിട്ട് പറയണം, പ്ലീസ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പത്രം എടുക്കാൻ പോകാനായിട്ട് മൂത്ത മോളോട് പറയുമ്പോ അവള് പറയും, മറ്റോളോട് പറ. ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. പിന്നെ ഞാൻ പോയി എടുക്കും. കുഞ്ഞുങ്ങളല്ലേ, ഇപ്പാണെ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ എല്ലാരും വലുതായി. അപ്പോ ഈ ഒരു വാക്കിന്റെ സ്ഥാനത്ത് പല വാക്ക് പറയണം നമ്മുടെ വീട്ടിലൊരു കാര്യം നടക്കണേ. പക്ഷെ സൂര്യൻ ഉദിക്കാൻ നേരത്ത് ദൈവം നമ്പുരാൻ ഒരാളോട് പറയുക, പോയി ഒന്നും ഉപ്പിക്കട, അവിടെ കേരളത്തിലെ ആളുകൾ കാത്തിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ടോന്ന കവിയുടെ ചോദ്യം. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല, ആരും ആരോടും മിണ്ടാതെ പ്രപഞ്ചത്തിന്റെ എല്ലാ ചലനങ്ങളും കൃത്യമായി നടക്കുന്നു. നോ സൗണ്ട്, നോ കമന്റ്, നോ കമാൻഡ്. ഒരിക്കൽ പോലും അതിന് മാറ്റങ്ങൾ വരുന്നില്ല. പ്രപഞ്ചത്തിലെ എല്ലാ കാര്യം, മഴക്കാലം വരുമ്പോൾ മഴ തുടങ്ങിക്കോ എന്ന് പറയുന്നില്ല. അപ്പൊ പ്രപഞ്ചത്തിന്റെ ചലനം മുഴുവനും ആരാ കൺട്രോൾ ചെയ്യുന്നത്? മഹാദൈവം. ശബ്ദമില്ലാതെയാണ് അത് ചെയ്യുന്നത്. ആറാം വാക്യം. ആകാശത്തിന്റെ അറ്റത്ത് നിന്ന് അതിന്റെ ഉദയവും അറുതി വരെ അതിന്റെ അയനവുമാകുന്നു. അടുത്തത്, അതിന്റെ ഉഷ്ണമേൽക്കാതെ മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. സൂര്യന്റെ മുമ്പിൽ മറയാൻ ആർക്കും കഴിയില്ലെന്നാ പറയും. ഇത്രയും പറഞ്ഞ അടുത്ത വാചകം നോക്കി. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം. ഇതുപോലെയാണ് വചനം. ഇതുപോലെയാണ് വചനം. അപ്പം വചനം സൂര്യനാണ്, വെട്ടമാണ്. സൂര്യൻ നമുക്ക് വെട്ടം മാത്രമല്ല തരുന്നത്,
സൂര്യൻ നമുക്ക് ജീവിക്കാനുള്ള ഒത്തിരി കാര്യങ്ങൾ തരുന്നുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കുന്നവരോട് ചോദിച്ചാൽ അറിയാം. സൂര്യപ്രകാശമില്ലെങ്കിൽ ഒരൊറ്റ പച്ച സസ്യങ്ങളും വളരത്തില്ല. പിന്നെ ഞാൻ കേരളത്തിന്റെ മഹിമ പറയുക, നമ്മൾ ആരും വെയിൽ കൊള്ളാൻ വേണ്ടി കടപ്പുറത്ത് പോയി കിടക്കാറില്ല. എന്നാൽ പല വിദേശ രാജ്യങ്ങളിലും ആളുകൾ വെയിൽ കൊള്ളാൻ വേണ്ടി പോയി കിടക്കും. എന്താ കാര്യം? സൂര്യനിൽ നിന്ന് ലഭിക്കേണ്ട ചില വൈറ്റമിനുകളുണ്ട്. വൈറ്റമിൻ ഡി ഒക്കെ അതിൽപ്പെട്ടതാണ്. അപ്പൊ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിലും ഡി ഗുളികയായിട്ട് കഴിക്കേണ്ടി വരുന്നു. കാരണം നമ്മളിങ്ങനെ ഫുൾ ഷർട്ടും ഇട്ട് മിക്കവാറും പേര് കാറിൽ യാത്ര ചെയ്യുന്നു. അതിൽ തന്നെ അധികം പേരും എയർ കണ്ടീഷൻ കാറിൽ യാത്ര ചെയ്യുന്നു. സൂര്യപ്രകാശം ശരീരത്തിൽ തട്ടുന്നില്ല. അതുകൊണ്ട് ഡോക്ടർ പറയുന്നു, രാവിലെയും വൈകുന്നേരത്തുമുള്ള വെയില് 1 മണിക്കൂർ കൊള്ളുക, അല്ലെങ്കിൽ വൈറ്റമിൻ ഡി കഴിക്കുക. കണ്ടോ? അപ്പൊ സൂര്യനിൽ നിന്ന് എന്തൊക്കെ ലഭിക്കുന്നു എന്ന് ഇനി പഠിക്കാനിരിക്കുന്നേ ഉള്ളൂ. അത്രയും പറഞ്ഞിട്ട് പറയാൻ, ഇതുപോലെ വചനം, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, വചനം വായിക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അത്രമാത്രം വിലപ്പെട്ട അനുഗ്രഹങ്ങൾ. അതിന് പകരം വൈറ്റമിൻ ഡി ഒന്നും കഴിച്ചിട്ട് കാര്യമില്ല. ഒരു പക്ഷേ എല്ലാ പ്രസംഗവും നമുക്ക് തൃപ്തികരമായി വരില്ല. ചിലർ പ്രസംഗിക്കും, നമ്മൾ ഉറങ്ങിപ്പോവും. അതൊന്നും മഹാഭാവമൊന്നും അല്ല. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. ഉറക്കം വരികയാണെങ്കിലും വചനം കേട്ടോണ്ടിരിക്കും. അവിടെ ഇരുന്ന് തൂങ്ങിക്കും, കുറേയൊക്കെ കേൾക്കാം. എന്നാലും എന്റെ ഫാദറിന്റെ ജ്യേഷ്ഠന്റെ മകൻ ആയിരുന്നു ഞങ്ങളുടെ കുടുംബത്തിലെ ആദ്യ വിശ്വാസികൾ. പുള്ളി അനേക ബൈബിൾ കോളേജിലൊക്കെ പഠിപ്പിക്കുമായിരുന്നു. പുള്ളി ഒരു എഡ്യൂക്കേഷൻ ഓഫീസറായിരുന്നു, PEO ആയിരുന്നു. 88-ാമത്തെ വയസ്സിൽ മരിച്ചു. പക്ഷെ 80 വയസ്സിന് ശേഷം പുള്ളിക്ക് ഒരു ഓപ്പൺ ഹാർട്ട് സർജറി നടന്നു. 70 വയസ്സിന് ശേഷം. അതിനുശേഷം ഒത്തിരി ഗുളിക കഴിക്കുന്നുണ്ട്. പക്ഷെ ഒറ്റ മീറ്റിംഗ് മുടക്കത്തില്ല. പ്രത്യേകിച്ച് ഞാൻ ആ കോട്ടയം ഭാഗത്തേക്ക് ചെല്ലുന്നുണ്ട്, പുള്ളി മകനെയും കൂട്ടി എങ്ങനെ ഒരു മീറ്റിങ്ങിന് വരും. ഞാൻ നോക്കുമ്പോൾ ഉറങ്ങി അങ്ങ് തല ഇങ്ങനെ കുനിഞ്ഞു പോകുന്ന കാണാം. അപ്പോ ഞങ്ങളെയൊക്കെ വിശ്വാസത്തിലേക്ക് നടത്തിയ ആളാണ്. എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ നമ്മളെ വചനം പഠിപ്പിച്ചവരിൽ ഒരാള്. വേറെ വലിയൊരു ആയിരുന്നു. ഞാൻ പ്രസംഗത്തിനിടെ പറഞ്ഞു, ഇനി ഉറങ്ങാനുള്ളവർക്ക് വീട്ടിൽ പോയിരുന്ന് ഉറങ്ങാൻ മേലെ എന്നൊക്കെ പറഞ്ഞു പോയിന്. ഇത് പശ്ചാത്തലമായോണ്ട് ഞാൻ പറഞ്ഞില്ല. പക്ഷെ എന്തുകൊണ്ടാ പുള്ളിയിലുള്ള നന്മ പറയട്ടെ. പുള്ളി ഈ മരുന്ന് കഴിക്കുന്നത് കൊണ്ടാണ് ഉറങ്ങുന്നത്. പക്ഷെ എന്നാലും മീറ്റിങ്ങിന് വരും. ഞാൻ പിന്നീട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ പറഞ്ഞ പ്രസംഗം മുഴുവൻ ഞാൻ അങ്ങോട്ട് പറയാമോ. അപ്പൊ ഈ മയക്കത്തിനിടയിലും എന്ത് ചെയ്യുന്നുണ്ട്? കേൾക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ഈ ഉറക്കം പറയുന്നവരെ വിമർശിക്കാത്തത്. സൂമിൽ പിന്നെ ഒരു ഗുണമുണ്ട്, ഉറക്കം വന്നാൽ ആരും അറിയില്ല. കാരണം മുഖം 4-5 പേരുടെ മുഖമല്ലേ കാണുന്നു. ബാക്കിയുള്ളവർക്ക് വിശ്രമിക്കാൻ. പക്ഷേ ഈ സൂമിനകത്തൊന്നും അങ്ങനെ കയറുകയില്ല. ഉറക്കാൻ വരുന്നവർ ഇങ്ങോട്ട് വരികയില്ല. പോട്ടെ, നമ്മുടെ വിഷയം. സ്തോത്രം 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 സ്തോത്രം. എന്താണെങ്കിലും വചനം കേൾക്കണം. ക്ഷീണമാണ്, ഒരു മയക്കം വരുന്നുണ്ട്, സാരമില്ല. ഇനി അഥവാ പ്രഭാഷകൻ കുറ്റം പറഞ്ഞാലും ശരി, കേട്ടോണം കേട്ടോണം കേട്ടോണം. ഇത് നമ്മളെ എക്സ്റേ ആണ്. ചില സമയത്ത് അത് MRI ആയി മാറും, ചില സമയത്ത് അത് CT ആയി മാറും. പവർഫുൾ വേർഡ് വരുമ്പോൾ നമ്മൾ പൊട്ടിക്കരയുന്നതന്നെ. ഒരു MRI എടുത്തതിന്റെ ഗുണമാണ്. മറഞ്ഞിരുന്നത് ചിലത് പുറത്തു വന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നല്ല അഭിഷേകത്തോടു കൂടിയുള്ള വചന ശുശ്രൂഷയിൽ എന്താ, ആളുകൾ കരയുകയും ചിലപ്പോൾ സന്തോഷിക്കുകയും
ചിലപ്പോൾ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ സ്തുതിക്കുകയൊക്കെ ചെയ്യുന്നത് എന്താ? അത് ഭയങ്കര ഒരു കണ്ടുപിടുത്തം പോലെയാണ്. നമ്മുടെ അകത്തേക്ക് പവർഫുൾ ലൈറ്റാണ് കയറുന്നത്. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പൊ 7-ാം വാക്യം, അത് പ്രാണനെ തണുപ്പിക്കുന്നു. ചൂടാക്കുന്ന പല വിഷയങ്ങളുണ്ട്. ഓഫീസിലുണ്ട്, വീട്ടിലുണ്ട്, സമൂഹത്തിലുണ്ട്. എന്നാൽ ഒരു വചന ശുശ്രൂഷയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ പ്രാണനെ തണുപ്പിക്കുകയാണ്. ഹല്ലേലൂയ. He restored my soul എന്നാണ് 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്. റിസ്റ്റോർ ചെയ്യുക. സ്തോത്രം, 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 സ്തോത്രം. പ്രാണനെ തണുപ്പിക്കുന്നു. ഹല്ലേലൂയ. അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. വാക്യം 7-ന്റെ 2-ാം ഭാഗം. അപ്പൊ എങ്ങനെയാ വേർഡ് നമ്മളെ ശുദ്ധീകരിക്കുന്നതായി പറഞ്ഞു വരുന്നത്? ആദ്യ ആശ്വാസം തരും, രണ്ടാമത് വിവേകം തരും. ഒരു സത്യസന്ധമായ ഒരു പരിശോധന നടത്തിക്കുക. ദൈവവചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും വചനം പഠിക്കാനും തുടങ്ങിയ പിന്നെ ഒരല്പം തലയ്ക്ക് വെളിവ് കൂടിയിട്ടില്ലേ? ഞങ്ങളിവിടെ കർത്തൃദാസന്മാര് വർത്താനം പറയുമ്പോൾ എന്തോരം വെളിവ് എന്നറിയോ? മറ്റേ ചുമ്മാ ഒരു തരം കാടൻ കൾച്ചറിലല്ലേ നമ്മളൊക്കെ നടന്നത്, അല്ലേ? വചനം നമുക്ക് എന്തോരം വിവേകം തന്നു. അല്പബുദ്ധിയെ ജ്ഞാനിയാവും. നമ്മൾ നമ്മുടെ തന്നെ സ്വന്തക്കാരോടൊക്കെ വീടുകളിലൊക്കെ സംസാരിക്കുമ്പോഴാണ് നമ്മളെ വ്യത്യാസം നമുക്ക് മനസ്സിലാകും. ദൈവം നമുക്ക് ഭയങ്കര ജ്ഞാനം അനുദിനം തന്നുകൊണ്ടിരിക്കുക. നമ്മളങ്ങ് വളരുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. ഒരു വിഷയത്തിന് മുമ്പിൽ വരുമ്പോൾ നമ്മുടെ വാക്കുകൾക്ക് വിലയുണ്ടാവും. താങ്ക് യു ജീസസ്. അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. ഒന്നാമത് തണുപ്പിക്കുന്നു, രണ്ടാമത് വിവേകം തരുന്നു. മൂന്നാമത് സന്തോഷിപ്പിക്കുന്നു, നാലാമത് കണ്ണു തുറപ്പിക്കുന്നു, അഞ്ചാമത് ആഗ്രഹം തരുന്നു. അത് തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, പൊന്നിലും തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ. ഇത് കേട്ട് വന്നപ്പം വീണ്ടും കേൾക്കണമെന്നല്ലേ തോന്നുന്നത്, അല്ലേ? 25 കൊല്ലമായിട്ട് വചനം കേൾക്കുക, പിന്നെയും കേൾക്കണമെന്നുള്ള ആഗ്രഹം. എന്നാ കാര്യം? ആഗ്രഹം വർദ്ധിപ്പിച്ചു. വാക്യം നോക്കിയേ, 9-ാം വാക്യം. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ. 10-ാം വാക്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാന് എന്റെ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ 40 ദിവസം 80 സന്ദേശത്തിൽ കൂടുതൽ കേട്ടു. ചില ദിവസം 2 എണ്ണം കേട്ടു. ഒന്നിനൊന്ന് മെച്ചം. തീർന്നു പോയല്ലോ എന്ന് ഓർത്തിട്ട് സങ്കടമായി ഇപ്പൊ എല്ലാരും. അപ്പൊ ഇത് ബോറടിക്കുകയല്ല, ഇത് താല്പര്യം വർദ്ധിപ്പിക്കും. വചനം കൂടുതൽ ധ്യാനിച്ചവര് പറയും അത് പൊന്നിനേക്കാളും തങ്കത്തെക്കാളും ആഗ്രഹിക്കത്തക്കതാണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടുത്ത വാചകം, അത് മധുരം വർദ്ധിപ്പിക്കും. തേനിലും തേൻകട്ടയിലും മധുരമുള്ളത്. ഒറിജിനൽ തേനാണെങ്കിൽ അതിന്റെ അടിയിൽ തേൻകട്ടയുണ്ടാകും. കുറെ ദിവസം വെച്ചാൽ ശർക്കര കലക്കിയതാണെങ്കിൽ ഉണ്ടാവില്ല. ഒറിജിനൽ തേൻ സൂക്ഷിച്ചു വെച്ചാൽ തേൻകട്ട കിട്ടും.
പക്ഷെ നമ്മൾ മേടിക്കുന്നത് മിക്കവാറും ശർക്കര കലക്കിയതായതുകൊണ്ട് തേൻകട്ട കിട്ടുകയില്ല, ചിലപ്പോ കരിക്കട്ട കിട്ടും, ഈ കല്ലൊക്കെ കിട്ടും ശർക്കരക്കകത്തുള്ള. ഏറ്റവും പ്രധാനപ്പെട്ടതിലേക്ക് വരികയാണ്. 11-ാം വാക്യം ദാവീദ് പറയുന്ന നോക്കിയേ. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു, അവയെ പ്രമാണിക്കുന്നതിനാണ് പേഴ്സണൽ എഡിഫിക്കേഷൻ ലഭിക്കുന്നു. ഞാനൊരു രാജാവായി ആണെങ്കിലും എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് പ്രബോധനം ലഭിക്കുന്നു. ഇനിയാണ് നമ്മുടെ വിഷയത്തിലോട്ട് വരുന്നത്. സമയം പോയി, എന്നാലും കുഴപ്പമില്ല. വാക്യം 12. തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആർ? അവിടെ നിന്നുകൊണ്ടൊന്ന് ധ്യാനിച്ചേ. സൂര്യന്റെ കിരണങ്ങൾ എല്ലാറ്റിനെയും പരസ്യമാക്കും, അല്ലേ? മോഷ്ടാക്കൾ രാത്രിയിലല്ലേ ഇറങ്ങുന്നത്? അക്രമങ്ങളും അഴിമതിയും തട്ടിക്കൊണ്ടുപോക്കും പിടിച്ചുപറിയും ATM പൊളിച്ച് പൈസ എടുക്കുന്നത് എല്ലാം രാത്രിയിലല്ലേ, അല്ലേ? അപ്പൊ സൂര്യൻ എന്താ ചെയ്യുന്നത്? എല്ലാം വെളിച്ചത്ത് കൊണ്ട് കള്ളന്മാരോട് ഗെറ്റ് ഔട്ട് പറയും. എല്ലാം വെളിച്ചത്താക്കുക. സൂര്യൻ എല്ലാം വെളിച്ചത്താക്കുക. സൂര്യൻ ഈ ഭൂമിയിലെ രഹസ്യങ്ങളെ പരസ്യമാക്കും. ഞങ്ങളുടെ ചർച്ച ഇരിക്കുന്ന ഭാഗത്ത് ഒരു ചെറിയൊരു ഉൾവഴിയാണ്. അവിടെ 2 വളവെങ്കിലും ഓരോ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റിന് ഒരാഴ്ചയെ കൂടുതൽ ആയുസില്ല. കൂടെ ഞങ്ങൾ അത് ഇലക്ട്രിസിറ്റി ബോർഡിൽ പറയാറുണ്ടായിരുന്നു പണ്ട്. അപ്പൊ അവര് പറയുന്നത്, നിങ്ങൾ ആരെങ്കിലും രാത്രിയിൽ ഇതൊന്ന് നോക്കണം, ഇത് ഈ രാത്രി സഞ്ചാരക്കാര് എറിഞ്ഞു പൊട്ടിക്കുന്നതാണ്. കാരണം അവർക്ക് വെളിച്ചം ഇഷ്ടമല്ല. അവർ വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ സ്നേഹിക്കുന്നു. അപ്പം ഇരുട്ട് ഇഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ട്. ആത്മീയ പൊരുൾ മനസ്സിലായോ? വചന പ്രസംഗത്തെ ഇഷ്ടപ്പെടാത്തവർ ഉണ്ട്. ഈ ലൈറ്റ് എറിഞ്ഞു പൊട്ടിക്കുന്നവരാ അവര്. ഈ വെട്ട അടിക്കുമ്പോ ഉണ്ടല്ലോ എല്ലാം വെളിച്ചത്താവുക. ഒരു മരണ വീട്ടിൽ തന്നെ ശ്രദ്ധിച്ചു, വചനം പറയുന്നത് ഇഷ്ടമല്ല, പാട്ട് പാടിക്കോ കുഴപ്പമില്ല. നിങ്ങൾ എന്തിനാ ഈ പ്രസംഗിക്കുന്ന മരണ വീട്ടിൽ എന്തിനാ പ്രസംഗിക്കുന്നത്? പ്രസംഗം തൊട്ടങ്ങുമ്പോ ആളുകൾ എഴുന്നേറ്റ് പോകും. പിന്നെ ഈ വെട്ട അടിക്കുന്നോണ്ടുള്ള വിഷമാണ്. നമ്മുടെ മുറ്റത്ത് പണ്ടൊക്കെ, ഇപ്പൊ മുറ്റത്തെല്ലാം കട്ട വിരിച്ചത് കൊണ്ട് പറയാനൊക്കെ അല്ല, പണ്ടൊക്കെ മുറ്റത്ത് കല്ല് തടി എന്തെങ്കിലും ചെറിയത് കിടപ്പുണ്ടെങ്കിൽ നമ്മളതൊന്ന് പൊക്കി നോക്കണം. അതിൻ്റെ അടിയില് ചെറിയ പ്രാണികൾ, ജീവികൾ ഉണ്ടാവും. അവരെന്ത് ചെയ്യുമെന്നറിയാവോ? അവരോടി വേറൊരു പലകയുടെയോ ഇലയുടെയോ അടിയിൽ കയറും. അവർക്ക് നമ്മളോട് അന്നേരമുള്ള ദേഷ്യം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവർക്ക് ഈ വെട്ടത്തിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല. അവർ ഇരുട്ടിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഇപ്പൊ വചനം പ്രസംഗിക്കുന്നവരെ കൊല്ലുന്നതും കല്ലെറിയുന്നതും എന്തുകൊണ്ടാന്ന് വ്യക്തമായില്ലേ?
12-ാം വാക്യം, തന്റെ തെറ്റുകളെ ഗ്രഹിക്കാൻ ഈ ലൈറ്റ് സഹായിക്കുന്നു, ഈ വചനം സഹായിക്കുന്നു. ഈ വചനം ധ്യാനിച്ചപ്പോഴാണ് ദാവീദ് പറയുന്നത്, മറിഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി അടിയനെ മോചിക്കണമേ. അപ്പൊ ശുദ്ധീകരണത്തിന്റെ ആവശ്യകത വെളിപ്പെടുകയാണ്. ശുദ്ധീകരണത്തിന്റെ ആവശ്യകത വെളിപ്പെടുകയാണ്. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ലെന്നുള്ള വാക്യത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ശുദ്ധീകരണത്തിന്റെ ആവശ്യകത വെളിപ്പെടുന്നത് എപ്പോഴാ? വചനം ധ്യാനിക്കുമ്പോഴാണ്. ഹല്ലേലൂയ. അപ്പൊ വചനത്താലുള്ള ശുദ്ധീകരണം എന്ന ഒറ്റ കാര്യമാണ് നമ്മൾ ഇന്ന് എടുത്തത്. നിങ്ങൾ വചനം കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ശുദ്ധീകരണം വേണമെന്ന് തോന്നത്തില്ല. നിങ്ങൾ വചനം കേട്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടേയിരിക്കും. ആത്മാർത്ഥമായി വചനം കേട്ടുകൊണ്ടിരുന്നാൽ നാം ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, കർത്താവേ വചനം പിന്നെയും പിന്നെയും കേൾക്കാനുള്ള അവസരം തരണമേ. സത്യമായ വചനം, നിർമ്മലമായ വചനം, അഭിഷേകത്തോടെയുള്ള വചനം കേൾക്കാനും ഗ്രഹിക്കാനും വായിക്കാനും ഞങ്ങൾക്ക് ഇനി അധികം കൃപ തരണം. ഞങ്ങൾ അനുദിനം ശുദ്ധീകരണം പ്രാപിക്കുന്നത്. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ലല്ലോ. കൃപ തന്നാട്ടപ്പ, യേശു ക്രിസ്തു നാമത്തിൽ ആമേൻ. താങ്ക് യു. വീണ്ടും പ്രാർത്ഥിക്കണം. മറ്റുള്ളവർക്ക് ഇതിന്റെ ലിങ്ക് അയച്ചു കൊടുക്കുന്നുണ്ടോ? പ്ലീസ് അയച്ചു കൊടുക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.